ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ ഔട്ട്ഡോറൊക്കെ ആയിട്ട് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കുറേ ആവശ്യമില്ലാത്ത നോയ്സുകളൊക്കെ വരും. ചിലപ്പോൾ വണ്ടി പോണ സൗണ്ട് അല്ലെങ്കിൽ കിളികളുടെ സൗണ്ട്, ഇങ്ങനത്തെ സൗണ്ടുകളൊക്കെ വരും. അപ്പോൾ അത് നമ്മൾ പറയുന്ന കാര്യത്തിന് ഡിസ്റ്റർബൻസോ. അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നോയ്സ്, അതായത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് നമുക്ക് അതിനെ റിമൂവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന VN ആപ്പിൽ തന്നെ നമുക്ക് ചെയ്യാം. ആ ഒരു ഓഡിയോ ബാക്ക്ഗ്രൗണ്ട് വോയിസ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മൾ ഔട്ട്ഡോറൊക്കെ ആയിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ വണ്ടിയുടെ സൗണ്ടും ഇതൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്ന കാര്യത്തിന് ക്ലാരിറ്റി കുറവുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് വോയിസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. ഈ ഔട്ട്ഡോറായിട്ട് വീഡിയോ എടുക്കുന്നവർക്ക് ഉപകാരമായുള്ള ഒരു കാര്യമാണ് ബാക്ക്ഗ്രൗണ്ട് വോയിസ് നമുക്ക് റിമൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനത് എങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് സൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇപ്പോൾ നമുക്ക് നല്ല വോയിസ് ക്യാൻസലേഷൻ മൈക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് വാങ്ങാൻ പറ്റാത്ത ആളുകളും ആ ഒരു മൈക്കൊന്നും വാങ്ങാൻ പറ്റാത്ത ആളുകളുണ്ടാവും, സാധാരണ ആളുകൾക്ക്. അവർക്ക് ഉപകാരപ്പെട്ടതാണ്. ഇപ്പോൾ ചില മൈക്ക് ഉപയോഗിച്ചാൽ തന്നെ അതിലൂടെ ചിലപ്പോൾ ആ വോയിസ് മൈക്കിലൂടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വോയിസ് കയറി വരാം. നല്ല നല്ല മൈക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ലിമിറ്റ് വരെ നമുക്കത് തടയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് വോയിസ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന VN ആപ്പിലൂടെ തന്നെ അത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉണ്ടാവില്ല, കാരണം റൂമിൽ അടിച്ചിട്ട് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് കയറാത്ത രൂപത്തിലാണ് ഞാൻ ഇപ്പോൾ തന്നെ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഔട്ട്ഡോറായിട്ട് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒക്കെ കയറി വിടാം. അപ്പോൾ അത് തന്നെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നേരെ നമുക്ക് സ്ക്രീൻ റെക്കോർഡിലോട്ട് പോകാം. നമ്മളെ VN ആപ്പ് തുറക്കുക. VN ആപ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടോ, അവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് വീഡിയോ വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട്, അതായത് സ്ക്രീൻ റെക്കോർഡ് സൈഡ് നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഞാൻ താൽക്കാലികമായിട്ട് ഇവിടെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക. ഇതിൽ കുറേ എൻ്റെ വോയിസ് അല്ലാതെ വേറെ കുറേ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഇതിൽ കയറിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് വീടിൻ്റെ പുറകുവശട്ടോ. അങ്ങോട്ട് പോയാൽ നമുക്ക് ടൗണിലേക്ക് പോവാം. ഉണ്ടോ? അപ്പോൾ ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ കണ്ടു, ആവശ്യമില്ലാത്ത കുറേ ബാക്ക്ഗ്രൗണ്ട് വോയിസ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ്, കിളികളായാലും വണ്ടികളുടെ സൗണ്ടുകളൊക്കെ നിങ്ങൾ കുറേ കേൾക്കാൻ പറ്റും. അതപ്പോൾ എൻ്റെ ആ സംസാരം നിങ്ങൾക്ക് വ്യക്തമാകുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. അപ്പോൾ നമ്മളിവിടെ ഈ ആപ്പിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ഭാഗത്ത് നിങ്ങൾ നോക്കുമ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്. കട്ട് ഔട്ട്, വോളിയം കൂട്ടാണ്, ക്രോപ്പ് ചെയ്യാൻ, റൊട്ടേറ്റ് ചെയ്യാൻ, ബാക്ക്ഗ്രൗണ്ട് ഇതാക്കാൻ എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സൂം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും എക്സ്ട്രാക്റ്റ് ഓഡിയോ. ഈ എക്സ്ട്രാക്റ്റ് ഓഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ വീഡിയോൻ്റെ ഓഡിയോത്തെയും എക്സ്ട്രാക്റ്റ് ആയിട്ട് വരും. അതിനുശേഷം ഡീനോയ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നിൽക്കുക. എന്നിട്ട് ഈ ഒരു സംഭവം ഓണാക്കി കൊടുത്ത ശേഷം ടിക്ക് ഇടുക. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, മീഡിയം ആക്കാം, അതുപോലെ ഹൈയിലാക്കാം, മാക്സിമം ആക്കി കൊടുക്കുക. അപ്പം നമ്മൾ വോയിസ് എന്ത് ഡീനോയ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, നമ്മളെന്ത് ചെയ്യുക, ഡീനോയ്സ് മാക്സിമത്തേക്ക് ഇട്ട് കൊടുത്താൽ മാക്സിമം അതിലുള്ള എല്ലാ നോയ്സും മാക്സിമത്തോളം ഇതാക്കി പോകും. എന്നിട്ട് നമ്മൾ ടിക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ വീഡിയോ ഒന്ന് വർക്ക് ചെയ്തിട്ട് നോക്കുക. ഇതാണ് വീടിൻ്റെ പുറകുവശട്ടോ. അങ്ങോട്ട് പോയാൽ നമുക്ക് ടൗണിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഇരുന്ന് പഠിക്കാവുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്ന. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അതായത് ആദ്യം കാണിച്ചുന്ന വീഡിയോയിൽ എന്താണ് ഭയങ്കര നോയ്സും വോയിസൊക്കെ ആയിരുന്നു. അതിപ്പോൾ പോയിട്ട് ഇപ്പോൾ എൻ്റെ ഓഡിയോ മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാം, വോയിസ് റിമൂവ് ചെയ്യാൻ ഇങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമുക്കിത് നമ്മുടെ വീഡിയോയിലുള്ള അനാവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വോയിസ് റിമൂവ് ചെയ്യേണ്ടത്. ഏറ്റവും നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു രൂപത്തിലാണ് ഇതിന്. അപ്പോൾ നമ്മളെല്ലാവരും എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന VN ആപ്പിലുള്ള ഒരു ഓപ്ഷനാണ്. ഇതുവരെ ആരും ശ്രദ്ധിക്കാതെ പോയി ആരും ചെയ്യാത്ത ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ പോയി നമുക്ക് ചെയ്യാം, ആവശ്യമില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് വോയിസ് നോയ്സൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം സൈഡിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒക്കെ കയറി വരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ വോയിസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ
എല്ലാവരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനു മുമ്പ് ട്രൈ ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ എന്ത് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാൻ. ബൈ.